മാധവി അറിയുന്നതിന് സാവിത്രി അവിടെ എത്തിച്ചേർന്നിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അവൾ ഇവിടുന്ന് ഒരു കുഴപ്പം കാണിച്ചിട്ടാണ് പോയത്. അവൾ ഗർഭിണിയാണ്. അതിന്റെ ഉത്തരവാദിത്വം എന്റെ മോന്റെ തലയിൽ കെട്ടിവെക്കാൻ അവൾ ശ്രമിക്കുകയും ചെയ്തു. എന്നിട്ട് അവളവിടെ കൊണ്ടുപോയി നിർത്തിയില്ലേ? വലിയ വീട്ടിൽ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞു. ഇപ്പൊ കിട്ടിയില്ലേ? എന്താ ആരോന്നും വേണ്ടാത്തത്? ഇപ്പൊ അവളെ ആർക്കും വേണ്ടല്ലേ? അവൾ എന്റെ പെങ്ങളാ. എനിക്ക് അവളെ വേണം. എന്താടാ? എവിടാ സാവിത്രി? സാവിത്രി നിനക്ക് മനസ്സിലായില്ലല്ലേ? എവിടാ അവള്? പറടാ, എവിടെ കൊന്ന് കുഴിച്ചിട്ടുണ്ടോ? ഇവൻ അവളെ നശിപ്പിച്ചു. എന്നിട്ട് നിങ്ങൾ അമ്മമാരും കൂടെ അവളെ എന്ത് ചെയ്തു? അവളുടെ കുഞ്ഞിന്റെ തന്റെ അന്വേഷിച്ച് നീ പഠിക്കാത്ത കയറി പോകരുത്. അത് വേറെ എവിടെയെങ്കിലും അന്വേഷിക്കേണ്ടത്. ഇവനാണ് അവളെ നശിപ്പിച്ചത്, മറ്റാരുമല്ല. ആണോ? എങ്കിൽ അവളും കൂടി അതിന് സമ്മതിച്ചിട്ടാണ്. കൊല്ലാവുന്ന കുടുംബത്തിലെ പെമ്പിള്ളേരാരും വിളിക്കുന്നവന്റെ കൂടെ പോകില്ലടാ. നീ പെങ്ങളാണെന്ന് പറഞ്ഞില്ലേ? അവൾ അത്ര നല്ലവളായിരുന്നെങ്കിൽ ഇവൻ വിളിച്ചപ്പോ എന്തിനാ അവന്റെ കൂടെ പോയി? ഇതിന് ഉത്തരം പറഞ്ഞിട്ട് അവനെ തല്ലടാ, തല്ല്.
ഇത്തിരി വെള്ളം തരാവോ കുടിക്കാൻ? ആ. സാവിത്രി, 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 നീ ഇവിടെ? നിന്നെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയാം. ഇതെന്റെ പെങ്ങളാണ്, ഞാനിവിടെ കൊണ്ടുപോയിക്കോട്ടെ? എന്തിനാണ് ഇവിടെ കൂടെ കെട്ടിവലിച്ചു കൊണ്ടുവന്നു? ചെറുതാണെങ്കിലും ഈ വീടിന് അതിന്റേതായ ഒരു അന്തസ്സുണ്ട്, അത് ഇവിടെ നോക്കണ്ടേ? അവർക്ക് പ്രായമായ ഒരു അനീതിയുണ്ട്. അവർക്ക് കൊള്ളാവുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു ദുബായിക്കാരന്റെ ആലോചന വന്നിരിക്കുന്ന സമയമാണ്. ഒന്നും കൊടുക്കാതെ കെട്ടിക്കൊണ്ടു പോയിക്കൊള്ളാമെന്ന് അവർ പറഞ്ഞതാ. അപ്പോഴാ ഇവിടെ ഈ കോലത്തിലും കൂടെ എഴുന്നള്ളിച്ചത്. നാട്ടുകാർ പറയുന്നൊന്നും പോരാഞ്ഞിട്ട് പിന്നെയും പറയിപ്പിക്കാനാണ് നീ ഇവിടെ കയറി വന്നത്. എങ്ങനെ കൊടുത്തു? കരയുന്നു? ആഹാ, ഇത് അപ്പം ഓർക്കണമായിരുന്നു. ഇവിടെ നിന്റെ കരച്ചിലും പിടിച്ചിലും ഒന്നും ആർക്കും കാണണ്ട. ഇറങ്ങി പുറത്ത്. ഇറങ്ങാനാ പറഞ്ഞേ. അവളടിക്കരുത്. പിന്നെ എന്താ ചെയ്യണ്ട? മേലാൽ നീ ഇതിനകത്ത് കയറി പോരുത്. വേണ്ടി ഞാനിത് എന്തെല്ലാം കാണണം? കാണോടി. ഈ കണ്ടൊന്ന് പോരെ. ഇനി എന്ത് കാണാനാണ് ഇച്ഛ പൊട്ടി നിന്റെ ഞാൻ. ഇനി നിനക്ക് അച്ഛനുമില്ല അമ്മയില്ല, എല്ലാം ചത്ത് തൊലഞ്ഞു പോയി വിചാരിച്ചു. ഇനി ആ ബന്ധവും സ്വന്തവും പറഞ്ഞ് ഇതിനകത്ത് കയറി പോയി പോയിക്കണം. സാവിത്രി, പോട്ടെ. എന്തൊക്കെ പറഞ്ഞാലും ഇത് നിന്റെ വീടാണ്, നിന്റെ അച്ഛനും അമ്മയുമാണ്. ഈ സ്ഥിതിയിൽ ആരായാലും ഇതൊക്കെ തന്നെ പറയും. നീ വിഷമിക്കാതെ. അവരുടെ ദേഷ്യം അടങ്ങുമ്പോൾ അവർ നിന്നെ സ്വീകരിച്ചോളൂ. നീ അവിടെ എനിക്ക് ചേച്ചി, എന്നെ പുറത്താക്കി വാതിലടച്ചതാണ്. എല്ലാവരും എന്നെ ചീത്ത പറയുന്നു. നിനക്കൊന്നും പറയാനില്ലേ? ഞാൻ ഇങ്ങനെ ആയിപ്പോയി. നീ പറയടി, അവക്ക് പറയാനുള്ളത് ഞാൻ പറയാം. അവക്ക് നല്ലൊരു സ്ഥലത്ത് നിന്ന് ഒരു ആലോചന വന്നിട്ടുണ്ട്. അത് നടത്താതിരിക്കാനാണല്ലോ നീ ഇപ്പൊ കൂടെ കയറി വന്നത്. നിന്റെ അനീതിക്ക് വേണ്ടി നീ ചെയ്യേണ്ട ഒരു നല്ല കാര്യമാണ്. എവിടെയെങ്കിലും പോയി തൂങ്ങിച്ചാവും. അതാ വേണ്ടത്. പോരുന്നൂടെ കൂടെ പറഞ്ഞു പാടി എല്ലാം ഞാൻ കേട്ടു. ശിവരാമേട്ട, അച്ഛൻ പറഞ്ഞത് ശരിയാണ്. ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ അത് ചെയ്തേനെ. എനിക്കിപ്പോഴും ജീവിക്കണമെന്നാണ് തോന്നുന്നത്. മരിക്കാൻ എളുപ്പമാണ്, ജീവിക്കാനാണ് പ്രയാസം. നമ്മൾ ജീവിക്കുകയാണ് വേണ്ടത്. എന്റെ വിധി ഭയങ്കരമാണ് ശിവരാമേട്ട, അല്ലേ? അല്ല, നിന്നെ ഞാൻ വിധിച്ചു വിട്ടുകൊടുക്കില്ല. ഈ ലോകം മുഴുവൻ എന്നെ നോക്കി ചിരിക്കില്ലേ ശിവരാമേട്ട? സാവിത്രി, നിന്നെ നോക്കി സഹകരിപ്പിക്കാൻ എന്റെ മനസ്സുണ്ട്. നിനക്ക് അതുപോലെ. നിന്റെ വീട്ടിൽ നിന്നെ അടിച്ചിറക്കി. നീ എന്റെ പെങ്ങളാണ്. നിനക്കും കുഞ്ഞിനും എന്റെ കൂടെ
എന്റെ വീട്ടിൽ താമസിക്കാം. ഈ കൈക്ക് കരുത്തുള്ളിടത്തോളം കാലം നിനക്കും കുഞ്ഞിനും പട്ടിണി കിടക്കേണ്ടി വരില്ലേ സാവിത്രി? ശിവരാമേട്ട, ഞാനിവിടെ താമസിക്കില്ല. ഈ ചുറ്റുപാടുള്ളവർക്കെല്ലാം എന്നെ അറിയാം. എന്റെ അനിയത്തിയുടെ കല്യാണമാണ്. ഞാൻ കാരണം അവളുടെ ജീവിതം നശിക്കരുത്. എനിക്ക് എങ്ങോട്ടെങ്കിലും പോണം. എന്നെ അറിയാത്ത ആളുകളുടെ ഇടയിൽ ഞാനും എന്റെ കുഞ്ഞും ജീവിക്കും. അങ്ങനെ തന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടില്ല. അവിടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. വർക്കിച്ചേട്ടാ, ഞാൻ എന്റെ മക്കളെ പോലെ വളർത്തിയതാ. നല്ലോണം നോക്കണേ. ഓ, നമ്മുടെ കാളയും വണ്ടിയും വിറ്റു അല്ലേ? ആ, നമുക്ക് അവിടെ ചെന്നിട്ട് വേറെ മേടിക്കാം. വൈകുന്നേരത്തെ വണ്ടിക്ക് പോകണ്ടല്ലേ? നീ വേഗം പോയി വരുന്നു.